ഒത്തിരി നാളായി, ഒരു വയസ്സായിട്ട് കാത് കുത്തിയെന്ന് പറയുന്നത്. ഹലോ മോട്ടപ്പെണ്ണെ കമ്മലൊന്നും ഇട്ടിട്ടൊരു സന്തോഷമില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. ആകെ അങ്ങ് മാറിയല്ലേ, അവളെ പോലെ ഇല്ലിപ്പോ. നെറ്റിക്കെന്തോ പടം വരച്ചമ്മ, അവള് വരച്ചു കൊടുത്താ പൊട്ടിക്കൊടുത്ത ഒരുക്കിയത്. മുട്ടയായി മുട്ട ഇത് മുട്ട. ഓ ഓട്ടച്ചി നന്ദു ഒരുക്കി വിട്ടാ പൊട്ട് 2 എണ്ണം. കണ്ണാടി വെച്ചോ നീ? കണ്ണാടി വെച്ചോ? ആളാകെ മുടിയൊക്കെ വളർന്നല്ലോ. ഇവളെപ്പോഴാ കണ്ണാടി വെച്ചേ? എടാ ചേച്ചി പെണ്ണ് വന്നടാ, ഇതാ മൊത്തേ ചേച്ചി പെണ്ണ് വന്നടാ. ഇവക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതാരാ ഇത്? ഏതോ ഒരു എഴുത്തുകാരിയെ പോലെ ഉണ്ട്. അയ്യോ, ഒരു എഴുത്തുകാരിയെ പോലെ ഉണ്ട് കണ്ടിട്ട്. ആ ഇഷ്ടപ്പെട്ടിട്ടില്ല. നോക്ക് നോക്ക്, കുശുമ്പ് നോക്ക്. എത്ര ദിവസത്തെ അവധിയാ പറഞ്ഞു? എത്ര കണ്ണാടി വെച്ചോ? കണ്ണാടി വെച്ചോ? കാഴ്ചയുടെ ഇല്ലേ എന്റെ ഇതൊക്കെ ഇവിടെ. കാഴ്ചയുടെ പ്രശ്നമുണ്ട് എനിക്കുണ്ട്. ഞാൻ പിന്നെ വെക്കാത്തതാ കണ്ണാടി. കണ്ണാടി തപ്പി നടക്കല സ്ഥിരം പണി. അങ്ങനെ അഭിരാമി ഒരു 2-3 ദിവസം ഇനി നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു മടുത്തു. ഞാൻ പിന്നെ ഇതുവരെ വെച്ചു നോക്കണം. പോയില്ല, അവധിയായിരുന്നു. അയ്യോ, ആരും എന്നെ വിളിച്ചിട്ടുണ്ട്, നോക്കട്ടെ ആരാണ്. എന്താ ഇങ്ങനെ അവൻ നമ്മളെ നോക്കുന്നു. അതെന്നെ നോട്ടോ നോട്ടി നോക്കി വല്ലാത്ത നോട്ടമായി പോയി. അഭിരാമി വീഡിയോ കാണാറുണ്ടോ? ആരാ കാണിച്ചിരുന്നേ? കാണിച്ചു തരും. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഏടി ഏത് ക്ലാസ്സിലാ ചോദിക്കുന്നത്? ഇപ്പൊ ഭയങ്കര പഠിത്തവാ. ഇടയ്ക്കൊന്ന് ഉഴപ്പിട്ട് ഇപ്പൊ ഭയങ്കര പഠിത്തമെന്ന് അമ്മ പറഞ്ഞു. മൊത്തത്തിലൊരു മാറ്റം ഉണ്ട്. കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറി വലിയ പെണ്ണായി. വലിയ പെണ്ണായല്ലേ? അപ്പൊ വലിയ പെണ്ണായി. അതെ ദീപ്തി അമ്മ പറയും. നിനക്ക് എവിടെ ചേരണ്ടേ? ഇഷ്ടമല്ല. ഉമ്മച്ചായ പേടിപ്പിക്കുന്നത് നന്ദിട്ടാ കേക്കുന്നില്ല ചേച്ചി. നോക്കിക്ക്, ഇത് നോക്കണ. അയ്യോ അതിനകത്ത് കൊണ്ടിടും. അതിനകത്ത് അല്ലേ? ഞാനെടുക്കാം. മാർക്കറ്റിൽ പോകുന്നില്ലേ?
പടവലം നമുക്ക് രാവിലെ ഇത്രയും കിട്ടി. പയർ ഇനി നാളെയും പറിക്കാനുണ്ട്, ഡെയിലി പറിക്കാനുണ്ട് കേട്ടോ. പച്ചക്കറി എന്തെങ്കിലും വേണോ? പച്ചക്കറി വേണോ? ഉണ്ടോ? മച്ചാ മുട്ട അടിപ്പിച്ച് മുട്ടയെന്ന് വിളിച്ചപ്പോ നോക്ക് ഫോട്ടോ വീഡിയോ എടുക്കുന്ന ഇഷ്ടല്ല. മഴയാണ്. ഞാൻ ആദ്യമേ പറയാം, വീഡിയോ വീണാലും ഈച്ച കുത്തിയാലും ഞാൻ വീഡിയോ ഇടും. എനിക്ക് ഞങ്ങള് തേനെടുക്കണം. ഇറങ്ങിയതാണ്. ഞാനോടുവേ അത് ഒറ്റക്കാലം നിൽക്കുന്നത്. ഒരു കാലുണ്ട്, ഒരു കാലം ഇല്ലെന്നത്, ഒറ്റക്കാലം നിന്നതാ. പുകയ്ക്കണോ? ഞാനോടും ചേച്ചി, ഒക്കെ ഓടും. എൻ്റെ നാടുവിനൊക്കെ പോയി. കുത്തുന്ന ഈച്ചയല്ലെന്നാണ് മഴയെന്ന് പറയുന്നത്. അമ്മനെ വിളിച്ചിട്ടോ, അമ്മ ചേച്ചിയെ വിളിച്ചിട്ടോ? സോറി, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. നോട്ടെ, സൂപ്പർ ടേസ്റ്റി. പാവം തേനീച്ച കുറച്ച് പണിയെടുത്തതാ. കൊള്ളാലേ? ഓ പൊളി. കൊടുക്ക്. എങ്ങനെയുണ്ട് നന്ദൂട്ടാ? എങ്ങനെയുണ്ട്? ഇഷ്ടയോ? നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നു, കുറച്ച് ദിവസമായിട്ട് കാണാതെ പോയ ആൾ. കേട്ടല്ലോ അല്ല? താഴോട്ടില്ല, താഴോട്ട് ഉണ്ടാവില്ല, ഉണ്ടോ? കുറച്ചല്ലോ മുകളിലുള്ള ഈ ഒരു പോർഷനല്ലേ. അമ്മോ, മഴയുടെ ശാലം ടേസ്റ്റ് ചെയ്തിട്ട് പോവും. പൊളിഞ്ഞു വരും. അങ്ങനെ പിടിച്ച പൊളിയും. ഇതാണ് പ്രധാന തേങ്ങ. എനിക്കൊരു ബൈറ്റ് ചെയ്യണം. ബൈറ്റ് ചെയ്യണം. വീഡിയോ എടുക്കാം, ഞാൻ വീഡിയോ എടുക്കാം. സെറ്റ് സാധനല്ലേ? അടിപൊളി. ഇതിലുണ്ടോ അറിയാം. ഇതിലുണ്ട് കേട്ടോ. അതിൽ കുറച്ചുണ്ടാവും. ഇത് പിഴിഞ്ഞെടുക്കണം. എന്തോ പിഴിയാന് ഇതിലും
ഇവർക്ക് എടാ ശകലം തിന്നടാ. നീ ഷുഗർ കുഴപ്പമില്ലടാ. ഷുഗർ കട്ടാണോ? തേന് കുഴപ്പമില്ല. കേട്ടോ ഇത് പിഴിയാ നമുക്ക്. ഇനി എന്തായിരുന്നിട്ട് പിഴിയാനാ? കൊടുക്കാം. ഇതായത് പിഴിഞ്ഞെടുക്കട്ടെ. ക്ലോസ്. എടാ ഇവിടെ കൊണ്ടുവരണം. ഈച്ചനെ പിടിച്ച് കടിക്കില്ല കേട്ടോ. ഈച്ചനെ പിടിച്ച ചുണ്ടൊക്കെ സലിക്ക് പറഞ്ഞ പോലെ ആ കൊച്ചിനെ നന്ദൂട്ടനെന്നാ നമ്മളെന്താ കുടിച്ചേ? എന്താ കുടിച്ചേ? ഇതെന്താ സാധനം? എന്താ ഇതെന്താ? ഇതെന്താ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. 3 days കാണാവോ? ഓ അച്ചാച്ചേ, ഓ കിടു അവര് ടോയ് കിടു നോക്ക്, അച്ചാച്ചി നോക്ക്. തേൻ കിട്ടി, തേൻ. അത് സീറ്റല്ല, പട്ടിയുടെ കുര മാത്രം കേൾക്കുള്ളൂ. ഞാൻ ചിരിച്ച സെൽഫി അല്ല, നിങ്ങൾ തന്നെ. മുട്ടക്കുട്ടി താരാ ഇതിപ്പോഴാ കാണുന്നതെന്നുള്ളത്. ഞാനിപ്പോഴാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഈ ഉടുപ്പ്, അടുത്ത വീഡിയോയിൽ ഈ ഉടുപ്പ് നമ്മള് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓ ആ സുന്ദരൻ ഇതുവരെ ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ ഞാനുണ്ട്, അമ്മുണ്ട്, കണ്ണനുണ്ട്, കുഞ്ഞാവയുണ്ട്, പിന്നെ അജിതയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ താഴെയുണ്ട് അജിത. ഞങ്ങൾ എല്ലാവരും കൂടെ സ്ഥലം നോക്കാൻ പോവാണ്. എന്ന് ഇത് തന്നെയാണ് പരിപാടി ഇന്നിപ്പോ. അപ്പൊ അജിതയ്ക്ക് കുറച്ച് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അജിത തന്നെ കുറെ ആളുകളായിട്ടൊക്കെ കോണ്ടാക്ട് ആയിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അജിത കണ്ടുപിടിച്ചു. ഞാൻ എൻ്റെതായ രീതിയിൽ കുറെ നോക്കുന്നുണ്ട്. അപ്പൊ അജിത കണ്ടുപിടിക്കുന്ന ഇതുപോലെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് കാണും. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ട് അവരുടെ മാത്തമാറ്റിക്സ് ശരിയാവാറില്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാണും. എന്ത് കണ്ണാ, എങ്ങനെയുണ്ട് ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട്? നല്ല കുഞ്ഞാ പോവാ. അജിത താഴെ ഗേറ്റിന്റെ അവിടെ ഉണ്ട്. മാത്തമാറ്റിക്സിനെ മുടിയൊക്കെ കൊഴിഞ്ഞ് വയസ്സായെങ്കിലും അതങ്ങനെ പുറത്ത് കാണുന്നത് ശരിയാണോ? ചൊവ്വിന് കെട്ടാത്തോണ്ട് ഇതിരി ഒട്ടിച്ചു വെച്ച്. അടുത്ത തവണ നമ്മൾ കാണുമ്പോ എന്റെ ഒരു 10 കിലോയും കൂടെ കുറയും. നീ ഒരു വർഷം കഴിഞ്ഞ ഞാൻ കൊണ്ടുവന്നിട്ടോ? ഏറ്റവും നിഷ്കളങ്കയാണ് എന്ന് രാവിലെ പറഞ്ഞ വ്യക്തി സ്വന്തമായിട്ട്. എന്തായാലും ഞാൻ സ്വന്തമായിട്ടൊരു പാവോ. ലോട്ടറി എടുത്തന്റെ മൂപ്പ രൂപ അടിച്ചെങ്കിൽ ഞാനൊരു പാവോ. എന്നോട് രാവിലെ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, അടിച്ച അന്നേരം ഞാൻ ഇവിടുന്ന് പോവാന്ന്. നിങ്ങൾക്കൊക്കെ തരാതെ ചിരിച്ചില്ല. എനിക്കുള്ള തരാത്തെ ബാക്കി മൊത്തം ഞാൻ എടുത്തിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകും. തീരുമ്പോ ഞാൻ ഇനി വരും. ഇങ്ങോട്ട് കയറ്റുമല്ല. അടിക്കുമ്പോ അല്ല ഇറങ്ങുന്നുടനെ ഞാൻ പറയാം. അല്ലെങ്കിലും അമ്മയ്ക്ക് അമ്മയുടെ മോനെ മാത്രം മതിയല്ലോ, നമ്മ തിരിച്ചു വരയ്ക്കും. ഇന്നസെന്റിന് പോക്കുണ്ടല്ലോ, വരവുണ്ടല്ലോ, അതുപോലെ ഇരിക്കും രണ്ടാത്തുള്ള വരവ്. ഇന്നസെന്റിന് അടിച്ച ലോട്ടറി ആയത് ഞാൻ കോണ്ടസായിക്ക് വന്നാൽ മതി. ഞങ്ങള് പോട്ടെ. ആര് ഉഷമ്മ വഴക്കുണ്ടാക്കല്ലേ കേട്ടോ, ഉഷമ്മ വഴക്കുണ്ടാക്കല്ലേ. കിടുവിനോട് എങ്ങനെ പറഞ്ഞിട്ടോ പോന്ന് കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ. രണ്ടാളും അതെ, ഇപ്പൊ രണ്ടും കൂടെ വാതിലടിച്ച് കുരു 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 കുരു. എന്തൊരു സന്തോഷം അമ്മയ്ക്ക്.
വേറെ ആരും ഇല്ലല്ലോ. രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കൊറേ എന്തൊക്കെയോ പുൽപ്പള്ളിയിലെ കുറച്ച് കാര്യം പറയാം. അമ്മയ്ക്ക് പോലും അറിയാത്ത ആൾക്കാരുടെ കുറെ സുലോഭയുടെ ജീവിതത്തിലെ കഥ 3 കാലിൽ തൊട്ട് അള്ളങ്ങി വരെ പറയും. ഇവര് പാട്ട് കേൾക്കാണ്ട് പോവില്ല, അപ്പൊ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാനും വീഡിയോ കണ്ടു പോകില്ല. കണ്ണ എന്റെ കുഞ്ഞാവിനെ ഒന്ന് കാണിച്ചോടെ. നിനക്കെന്താടാ വീഡിയോ എടുക്കാൻ ഒരു മടി? എന്റെ നടുവല്ല വെട്ടിയുള്ളൂ, കഴിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ. ഏട്ടാ തിരിക്കാനൊന്നും വയ്യവന്. അപ്പൊ ഞാൻ അതാണല്ലോ ട്രെൻഡ്. ഇവിടെ എറിഞ്ഞ് പൊട്ടിക്കുന്ന അന്ന് വാട്സാപ്പ് കോള് അവളുടെ ഫോണിൽ ഞാൻ ഓർഡർ ചെയ്യും. പാട്ട് കോപ്പിറൈറ്റ് നമ്മൾ എന്നോടെ 1 മാസം 1 മാസത്തിൽ കൂടുതലായില്ലേ? 1 മാസം കൃത്യം 1 മാസം. ഞാൻ 1-ാം തീയതി പോയ പോക്കാ അവിടെ. അന്ന് ഞാനില്ല. ചേച്ചി എവിടെ പോയേക്കായിരുന്നു? മലേഷ്യ. മലേഷ്യ. അടുത്ത ട്രിപ്പ് നവംബർ 5. എന്റെ പാസ്പോർട്ട് കിട്ടിയ ഞാൻ പോകും. നീ എന്നെ കൊണ്ടുവന്ന് പോകും. ആ സാരമില്ല, പോ. അടുത്ത ട്രിപ്പിന് ഞാൻ അമ്മുനെ കൊണ്ടുപോകും. ആരും കൊണ്ടുപോകും. അടുത്ത ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് പോവാം. നിന്റെ പാസ്പോർട്ട് കിട്ടിയോ? വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇന്ത്യക്കാരിയല്ലാന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരിയല്ല നിങ്ങള്. ഞാൻ ഇന്ത്യ അല്ലല്ലോ. ഇവള് ശരിക്കും ഇന്ത്യക്കാരല്ലേ? ഇവള് ഒമാൻകാരി. ഒമാനിയാ, ഒമാനി. 5 വർഷം ഒമാനി. ഇന്ത്യയിലെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഇവൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഇവള് പിന്തുടർന്നില്ല. അതാ നീ ആവിയായിരുന്നു. ചാരല്ലേ? നീ ചാരല്ലേ? ചാരല്ല, ചോര. നീ രാവിലെ പ്രതിജ്ഞ പറയണം, ഇന്ത്യ എന്റെ രാജ്യമാണ് 5 വർഷം. 5 വർഷം പറഞ്ഞു. അത് വീഡിയോ അപ്പോഴേ നിനക്ക് ഞങ്ങള് സിറ്റിസൺഷിപ്പ് തരൂ. ശരി. അവക്കൊരു നിങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് 2 പൂമ്പാറ്റ വണ്ടി ഇടിച്ച് മരിക്കുന്നത്. അല്ല, എന്നിട്ട് ഇപ്പൊ പാസ്പോർട്ടിന്റെ കാര്യം എന്താ പറയുന്നേ? ഓഹോ, പാസ്പോർട്ടിന്റെ കാര്യം എന്താ പറയുന്നത്? പാസ്പോർട്ട് വൈകും ചേച്ചി. എത്ര വൈകും? അതിന്റെ പുറകെ കാര്യം അതാണോ വൈകുന്നത്? അല്ല, 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചായിരുന്നു ഞാൻ. എന്നിട്ടാണ് എനിക്ക് അടുത്ത ട്രിപ്പ് ഇടാൻ. ട്രിപ്പ് ഇടാൻ വേറൊരു സ്ഥലവും കൂടെ നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം വീഡിയോ